ഈ പറയുന്ന തന്ത്രി അന്ന് പക്ഷേ തന്ത്രിക്കെതിരായിട്ട് എനിക്ക് തെളിവൊന്നും കിട്ടിയില്ല. എൻ്റെ റഡാറിൽ വന്നു. ഇയാളുടെ ശിഷ്യനെ ഞാൻ പിടിച്ചു, മേൽശാന്തിയെ. അയാൾ പൈസ എണ്ണി വാങ്ങുന്ന ഒരു സംഭവം വന്നപ്പം ഞാനിത് ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. കയ്യോടെ പിടിച്ചു, സ്റ്റോപ്പ് ചെയ്താൻ പറഞ്ഞു. അയാളത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് ഇങ്ങനെ കിട്ടിയില്ല, ഈ തന്ത്രിയെ. അപ്പോൾ എൻ്റെ പീരീഡിൽ ഞാൻ യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ പറയും, ഈ ശബരിമലയിലെ കറപ്ഷൻ തുടങ്ങുന്നത് പ്രഭവ കേന്ദ്രം തന്ത്രിയും ഈ സെക്രട്ടറിയാണ്, ഈ ജയകുമാർ. ഇവർ രണ്ടുപേരുമാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം. ഇവരെ സോപ്പിട്ടാൽ മാത്രമേ ഏത് പ്രസിഡന്റിനും ഏത് മെമ്പറിനും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ കൊടിമരത്തിൻ്റെ വിഷയം വന്നത് ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയ ശേഷമാണ്. പക്ഷെ അധികം നാളായില്ല, 2-3 മാസത്തിന് അകത്താണ് അത് ഉണ്ടായത്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. പിന്നെ ഈ സന്നിധാനത്ത് ഞാനൊരു ഒന്ന് വെരിഫൈ ചെയ്തതാണ്. ഒരു തമിഴൻ്റെ പാത്രക്കടയിൽ ഞാൻ കയറി പത്രത്തിൻ്റെ വിലയൊക്കെ ചോദിച്ചു. അപ്പം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. എനിക്കവിടെ സോഴ്സ് ഇൻഫർമേഷൻ തരാൻ ആളുണ്ട്. ഈ ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ എപ്പോഴും നല്ല ആളുകളും ഉണ്ട്. അപ്പോൾ അതിൽ 1-2 ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് ഇയാൾ പറയാൻ പോണ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഈ കടയിൽ കയറിയത്. ആക്ച്വലി അങ്ങനെയല്ല. ഞാൻ വെറുതെ കയറിയതാണ്. 3 മാസം 4 മാസത്തേക്ക് ഇവരെന്ത് കച്ചവടമാണോ ചെയ്യുന്നതെന്ന് അറിയാനാണ് പോയത്. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു, സാറേ ഇത് ആരുടെയെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു ഇല്ല. ഞാൻ ഇപ്പം പറഞ്ഞ തമിഴ് മറ്റേ ഇവിടെയുള്ള പളനിയിലുള്ള. അപ്പോൾ അവർ ചിരിച്ചോണ്ട് പറഞ്ഞു, സാറേ ഇത് പളനിയിൽ ഉള്ളവരുടെ ഒന്നും അല്ല, ഇവിടെയുള്ള കടകൾ 90% നമ്മുടെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയാണ്, സെക്രട്ടറിയുടെ ആണെന്നാണ്. ഈ കട 2 കോടി രൂപയ്ക്ക് അവൻ പിടിച്ചത് സെക്രട്ടറിയുടെ ആണെന്ന് പറയപ്പെടുന്നു എന്ന് ആ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിതെല്ലാം ചേർത്ത് ഞാൻ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ ഹൈക്കോടതിക്ക് ഞാനന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പല ഇതായിട്ട്. അപ്പം ഈ പാത്രക്കേസ് പിന്നെ ഈ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത്. അപ്പോൾ ഈ സെക്രട്ടറി, നമ്മൾ ഗവൺമെൻറ് സർവൻറ്റ് പബ്ലിക് സർവൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഞങ്ങളെല്ലാം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല ശീലമുള്ളവരാണ്. അപ്പോൾ ഇയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചപ്പം അദ്ദേഹം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല എന്നാണ്. അപ്പം അയാളെ വിളിച്ചാൽ വരെയൊന്നുമില്ല. അയാളെ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചാൽ വരില്ല, മിനിസ്റ്ററുടെ അനിയനൊക്കെ അല്ലേ, പിന്നെ അയാളെന്തോ വലിയ ആളെന്നാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് പിന്നെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പോയി, അത് ഞങ്ങൾ സാറിന് കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് വിവരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഗവൺമെൻറ് സർവൻ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയായിട്ടും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. പിന്നെ ഞാൻ ഇൻ്റർകോമിൽ വിളിച്ച് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ ഈ കാക്കര പീക്കര എഴുതി പെൻസിൽ കൊണ്ട് എഴുതി വായിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അയച്ചു. അപ്പോൾ ഞാനൊരു കടലാസ് കൊടുത്തു, ടൈപ്പ് ചെയ്ത് ലെജിബിളായിട്ട് എഴുതി ഫുൾ സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തിന് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറത്ത് വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യിക്കും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം വന്നു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇയാളുടെ സാമ്പത്തിക ശേഷിയെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എന്നെക്കാളും ശമ്പളം കുറവ് വാങ്ങിക്കുന്ന ഒരാളാണ്. പിന്നെ അയാളുടെ ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം എനിക്കറിയാം. എൻ്റെ വീട്ടിനേക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് ഈ സെക്രട്ടറി. എൻ്റെ ഇൻകവും എൻ്റെ സാലറിയും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ഈ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് CBIയിലും വിജിലൻസിലും ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. വളരെ ലീഡിങ് സീനിയർ IPS IRS ഓഫീസേഴ്സ്, കസ്റ്റംസ് കളക്ടർ, അവർക്കൊക്കെ എതിരായിട്ടൊക്കെ ഞാൻ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് അന്വേഷിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ മറ്റേ അയാളുടെ ലെജിറ്റിമേറ്റ് ഇൻകം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ അത് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിലോ ഇയാളെ ഡിക്ലെയർ ചെയ്യുന്ന, ഇപ്പോൾ വൈഫിനൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ക്ലീൻ കേസാണ്, ഇയാളകത്ത് പോകും. അപ്പോഴേക്കും എനിക്ക് സമയമായി പോകാൻ സമയമെന്ന് ഞാൻ എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ശർമ്മ എന്ന് പറഞ്ഞ CI2-ൻ്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു അവിടുത്തെ, അത് കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹം ഞാനുമായിട്ട് നല്ല അടുപ്പത്തിലാണ്, പ്രതിപക്ഷമല്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറെന്തായാലും പോവയില്ല, ഇങ്ങനെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചെന്നൊക്കെ അറിഞ്ഞ് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഒന്ന് തരണം. അപ്പം ഞാൻ വിചാരിച്ച് ശരി ഇയാൾക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ
അതിൻ്റെ കോപ്പി എടുത്ത് ചെയ്യാൻ പാടില്ല, എന്നാലും ഞാൻ എൻ്റെ കോപ്പി എടുത്ത് അയാളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഡിസ്പ്രപ്പോർഷനറ്റ് ഇതൊക്കെ ക്വയറ്റ് ഡിസ്പ്രപ്പോർഷനറ്റ് നോൺ സോഴ്സ് ഓഫ് ഇൻകം 13(1)(e പഴയ നമ്മുടെ കറപ്ഷൻ ആക്ട്, അത് ഇയാളുടെ പുറത്ത് ഈസി ആയിട്ട് വരും. പക്ഷേ പിന്നെ ഇതിപ്പം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ട് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. ഭരണകക്ഷിയിൽപ്പെട്ട 2 MLA-മാരെ അത് ഒതുക്കി. ഇപ്പം ഇയാളുടെ പുറത്ത് അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് എൻക്വയറി ഇല്ല. ഇപ്പോൾ 10 വർഷമാകുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം 5 ദിവസം കൊണ്ടാണ് നടത്തിയത്. അതെങ്ങനെയാണ് 5 ദിവസം ആയിട്ട് ആഘോഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കവടിയാർ കൊട്ടാരത്തിൽ പോലും കല്യാണം 2 ദിവസമേ ഉള്ളൂ, 5 ദിവസമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അയാൾ ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് തോന്നുന്നു. ഒരു പ്രശ്നവുമില്ല. പാത്രക്കേസും ഒക്കെ വിഷി വാഷ് ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ അതെല്ലാം ഒതുക്കി. അപ്പം ഇതാണ് ശബരിമലയിലെ ഈ അഴിമതിയുടെ നിലവാരം.